നമ്മളൊരു 35-40 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുടവയർ ഓരോ ദിവസവും വലുതായി വലുതായി വരികയുള്ളൂ. നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യും, നമ്മൾ എക്സർസൈസ് ചെയ്യും. പക്ഷേ ഈ ഒരു കുംഭ കുറയില്ല. ഇത് കുറയ്ക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കുടവയർ ഒരു 40 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 35 കഴിയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയണം. അതിനുള്ള റീസൺസും സൊല്യൂഷൻസുമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒരേ ഫുഡ് കഴിച്ച് ഒരുപോലെ എക്സർസൈസ് ചെയ്താലും ഒരു 35 കഴിയുമ്പോഴത്തേക്ക് പതുക്കെ കുടവയർ ചാടാൻ തുടങ്ങും അല്ലേ? ചിലർ ജിമ്മിൽ പോയിട്ട് എക്സർസൈസ് ചെയ്യും, ഡയറ്റ് കൺട്രോൾ ചെയ്യും. അപ്പം ശരീരം മെലിയും അല്ലെങ്കിൽ വണ്ണം കുറയും. പക്ഷേ കുംഭം അവിടെ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നത്? ഇതൊരിക്കലും പ്രായത്തിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടയോറ ചാടുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാം. ഒന്നാമത്തെ കാരണം ജെനറ്റിക്സ് ആണ്. നമ്മൾ സൗത്ത് ഏഷ്യൻസിന് കുടയോറ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് പാരമ്പര്യത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ കുടയോറ് കൂടുതലായിട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് ജെനറ്റിക്കലി ഇങ്ങനെ കുടയോറ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ചാൻസ് നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കുറയുന്നതാണ്. നമ്മളൊരു 35 ഒക്കെ ആകുമ്പോഴത്തേക്ക് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയും, സ്ത്രീകളാണെങ്കിൽ ഈസ്ട്രജൻ ചേഞ്ചസ് വരും. ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽ മാസ് കുറയും. മസിൽ കുറയുന്നതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം കുറയും. അതുകൊണ്ട് തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും ചെയ്യും. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി വരെ ഒരു ക്രോണിക് സ്ട്രെസ്സിലാണ് അല്ലേ? പലപ്പോഴും നമ്മൾ പോലും അറിയില്ല ഈ ഒരു സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുകയും കോർട്ടിസോൾ ഈ വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നതിന് കാരണമാവുകയും ചെയ്യും. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി വന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മൾ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നു, എക്സസൈസ് ഇല്ല. മാത്രമല്ല സ്ലീപ്പ് വളരെയധികം ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഇന്നത്തെ സമയത്ത്. ഈ സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഗ്രെലിൻ എന്ന് പറയുന്ന വിശപ്പ് കൂടുതൽ ഉണ്ടാക്കുന്നൊരു ഹോർമോൺ ഉണ്ടാവുകയും നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുകയും പ്രത്യേകിച്ചും ഷുഗറി ഫുഡ് ഓവർ ഈറ്റ് ചെയ്യുകയും അത് ഇങ്ങനെ ഒരു കുടവയറിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുടവയർ ഉണ്ടാകാനുള്ള റീസൺസ്. ഇതിൽ എന്താണ് നിങ്ങൾ റീസൺ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കുടവയർ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പിയറൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലുക്കിൻ്റെ പ്രശ്നമാണോ? അത് മാത്രമല്ല, കാരണം ഇതൊരു മെറ്റബോളിക് സിൻഡ്രത്തിലേക്ക് നയിക്കും. അതായത് വയറ്റിന് ചുറ്റും ഇങ്ങനെ ഒരു വിസൽ ഫാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഈവൻ ക്യാൻസറിന് വരെ കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഇത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുക? ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ മെറ്റബോളിസം കുറയുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റിൽ പൂർണ്ണമായിട്ടും മാറ്റം വരുത്തണം. പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം കഴിക്കുക, റിഫൈൻഡ് കാർബ് വളരെ കുറയ്ക്കുക, ഷുഗർ കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ പറ്റും. അങ്ങനെ വയറ്റിൽ കൊഴുപ്പടിയുന്നത് കുറയുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് എക്സസൈസ്. അത് വെറും വാക്കിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ കാർഡിയോ മാത്രമല്ല. അതുകൊണ്ടൊന്നും മസിൽ മാസ് കൂടില്ല. നമ്മൾ നിർബന്ധമായിട്ടും വെയിറ്റ് ട്രെയിൻ ചെയ്യണം. ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യണം. ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ മസിൽ മാസ് കൂടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മെറ്റബോളിസം കൂടും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു ക്രോണിക് സ്ട്രെസ്സിലാണ്. അപ്പം നമ്മളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് നമ്മുടെ സ്ട്രെസ്സ്, എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂസ് കാണുമ്പോഴാവാം, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമാവാം. അപ്പം അനാവശ്യമായ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. സ്ട്രെസ്സ് ഉണ്ടെന്ന കാര്യം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇനി ഏറ്റവും അവസാനത്തതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ്. നമ്മൾ ഒരു 7 to 8 hours നിർബന്ധമായിട്ടും ഒരു അഡിക്വേറ്റ് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ പറഞ്ഞ സൊല്യൂഷൻസൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെല്ലി ഫാറ്റ് നല്ലൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻസ്, അതായത് എക്സസൈസ്, ഡയറ്റ്, സ്ലീപ്പ്, ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റ് ഒരു പരിധിവരെ കുറയും. അപ്പോൾ ഇങ്ങനൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.